എല്ലാ സ്നേഹമുള്ള കൈരളി പ്രേക്ഷകർക്കും ഞങ്ങളുടെ സ്നേഹ നമസ്കാരം. എല്ലാ ഫുഡീസിനും ടേസ്റ്റി നമസ്കാരം. അപ്പോൾ ഏതൊരു ദിവസമാണെങ്കിലും നമുക്ക് ഇഡ്ഡലിക്ക് സാമ്പാർ, ചോറിന് സാമ്പാർ, അങ്ങനെ സാമ്പാറിൻ്റെ ഒരു വലിയൊരു വെറൈറ്റി തന്നെ നമുക്ക് കാണാൻ പറ്റും. തമിഴ്നാട് ചെന്ന് കഴിഞ്ഞാൽ ഇഡ്ഡലി സാമ്പാർ വേറെ, നമുക്ക് ദോശക്കുള്ള സാമ്പാർ വേറെ, അല്ലെങ്കിൽ ചോറിനുള്ള സാമ്പാർ വേറെ, ഇങ്ങനെ സാമ്പാറിൻ്റെ വെറൈറ്റീസ് കൂടിക്കൊണ്ടിരിക്കുന്നു. പക്ഷേ നമ്മൾ അറിയാത്തൊരു കഥയും കൂടെ ഉണ്ട് സാമ്പാറിനെ കുറിച്ച്. ആ കഥ എന്തായാലും ഞാൻ പറയും, അതുകൊണ്ട് മിസ് ചെയ്യരുത്. ഇന്ന് ഞങ്ങൾക്ക് കിട്ടിയിട്ടുള്ള സംഭവം സാമ്പാർ. ഈ സാമ്പാറിന്റെ കഥ കേൾക്കുന്നതിന് മുന്നേ സാമ്പാറിൽ സാധാരണ എല്ലാവർക്കും അറിയാവുന്ന കാര്യമാണ് എന്തൊക്കെ ചേർക്കുന്നു. പക്ഷെ ഇന്നിപ്പം ഏട്ടനാണ് സാമ്പാർ ഉണ്ടാക്കുന്നത്, അല്ലെങ്കിൽ എപ്പോഴും ഏട്ടനാണ് ഉണ്ടാക്കാറ്. അപ്പം ഇന്ന് എന്തൊക്കെയാണ് ഇതിനകത്തൊരു, ഞാൻ ഇപ്പം സാമ്പാറിൽ കാണാത്തൊരു കഷ്ണമാണ് ക്യാപ്സിക്കം. ഞാൻ ഇട്ടിട്ട് കണ്ടിട്ടില്ല. അപ്പം ഏട്ടൻ പറ. ശരി, അപ്പോൾ ഇന്ന് സാമ്പാർ നമുക്ക് എന്തായാലും പരിപ്പ് വേണം. അപ്പോൾ പരിപ്പിൽ തൂരപ്പരിപ്പാണ് നമ്മുടെ നോർമൽ സാമ്പാർ. കൊഴുപ്പിന് വേണ്ടി കുറച്ച് മസൂർ ദാളും കൂടെ നന്നായിട്ട് കഴുകി അത് വേവിക്കാൻ വെക്കും. അത് മാഷ് ചെയ്ത് മാറ്റി വെക്കും സാമ്പാറിൻ്റെ ആ കൊഴുപ്പിന് വേണ്ടിയിട്ട്. പിന്നെ കഷ്ണങ്ങളിൽ വെള്ളരിക്ക, വെണ്ടയ്ക്ക, ക്യാപ്സിക്കം, ഉരുളക്കിഴങ്ങ്, തക്കാളി, ക്യാരറ്റ്, സവാള, മുരിങ്ങയ്ക്ക ഇല്ലാതെ സാമ്പാറില്ല. അപ്പോൾ ഈ കഷ്ണങ്ങളെല്ലാം മഞ്ഞപ്പൊടി ഇട്ട് വേവിച്ച് അത് നമ്മൾ സാമ്പാർ ആക്കുന്ന ആ ഒരു പ്രോസസ്സിലേക്ക് പോകുന്നതിന് മുന്നേ ഇത്രയും നമ്മൾ ഏത് സദ്യക്കും എവിടെ ചെന്നാലും വീട്ടിൽ അവിടെ ഇവിടെയൊക്കെ സാമ്പാർ എന്ന് പറയുന്നു. ഈ സാമ്പാർ എങ്ങനെ ഉണ്ടായി? നമുക്ക് എല്ലാവർക്കും അറിയാം, മറാഠ കിങ്സ് പണ്ട് തഞ്ചാവൂർ ഭരിച്ചിരുന്നു. അങ്ങനെ ശിവാജി മഹാരാജന്റെ മകൻ സാമ്പാജി, അദ്ദേഹം ട്രാവൽ ചെയ്ത് തഞ്ചാവൂർ വന്നപ്പം അവിടെ ഉണ്ടാക്കുന്ന പരിപ്പ് കിട്ടിയില്ല. അപ്പോൾ ദാൽ ഉണ്ടാക്കാൻ പറ്റിയില്ല. അപ്പോൾ ഉണ്ടായിരുന്ന ഒരു ഷെഫ് കണ്ടുപിടിച്ച ഒരു പുതിയ രീതി, തുവരപ്പരിപ്പിട്ട് അതിൽ പുളി കിട്ടുന്നത് കുടംപുളിയല്ല, സാധാരണ നമുക്ക് വാളംപുളിയാണ് കിട്ടുന്നത്. അപ്പോൾ അതും രണ്ടും കൂടെ മിക്സ് ചെയ്ത് തമിഴ് സ്റ്റൈലിൽ ഒരു മറാഠി ആഹാരം ഉണ്ടാക്കി. അത് കഴിച്ചത് സാമ്പാജി മഹാരാജ്. അപ്പോൾ സാമ്പാജി ഛ ആഹാർ, അതാണ് ചുരുങ്ങി സാമ്പാർ എന്നായത്. അങ്ങനെ ഒരു മറാഠി ഡിഷാണ് ശരിക്കും പറഞ്ഞാൽ ഇന്ന് നമ്മളെല്ലാവരും നെഞ്ചിൽ കൊണ്ടു നടക്കുന്ന സാമ്പാറിന് അറിയാതെയാണ് നമ്മൾ ചെയ്യുന്നത്. ഇപ്പോൾ സദ്യയിൽ ഓരോ സാധനങ്ങൾക്ക് ഭീമൻ ഉണ്ടാക്കിയതാണ് അവിയൽ. സാമ്പാജി ഛ ആഹാർ എന്ന് പറഞ്ഞാൽ മറാഠി ഡിഷാണ് സാമ്പാറായത്. അപ്പോൾ അങ്ങനെ ഓരോ ഡിഷിന്റെ പുറകെ ഒരു കഥയുണ്ട്. കേൾക്കാൻ ബാക്കിയുള്ളവർക്ക് താല്പര്യമില്ലെങ്കിലും നിങ്ങൾക്ക് താല്പര്യമുണ്ടെന്ന് അറിയാം. അത് നമ്മളെ കൈരളി പ്രേക്ഷകർക്ക് താല്പര്യം ഉണ്ടാവും. അത് മാത്രമല്ല, ഞാൻ ഒരു മിനിറ്റ്, ഞാൻ ഇതാ ഈ ട്രിവാൻഡ്രത്ത് എത്തിയപ്പോഴാണ് എനിക്കിതാ ഇങ്ങനെ സാമ്പാറിൽ ഇങ്ങനെ ഒരു മുളക് ഇടുന്ന കാര്യം എനിക്ക് അറിയുന്നത്. അല്ലെങ്കിൽ എനിക്ക് അങ്ങനെ അറിയില്ല. നമ്മൾ കണ്ണൂരിൽ ഇത് സംഭവം ഞാൻ കണ്ടിട്ടേ ഇല്ല അങ്ങോട്ട്. അല്ല, സാമ്പാറിന്റെ വെറൈറ്റി മാറുന്നതനുസരിച്ച് ഇപ്പോൾ ഉള്ളി മാത്രം ഇട്ട് ഉണ്ടാക്കി കഴിഞ്ഞാൽ ഉള്ളി സാമ്പാറായി. ഇപ്പോൾ ഇങ്ങനത്തെ എല്ലാ കഷ്ണങ്ങളും ഇട്ട് കഴിഞ്ഞാൽ നല്ല റിച്ച് സാമ്പാറായി. ഇതല്ലാതെ നമുക്ക് സാമ്പാറിൻ്റെ വെറൈറ്റീസിൽ ഇപ്പോൾ ഇഡ്ഡലി സാമ്പാറിനകത്ത് നമ്മൾ പുളിക്ക് പകരം പുളി ഇല്ലാതെ നാരങ്ങ പിഴിച്ച് ചെയ്യുന്ന അങ്ങനത്തെ ഓരോ സിസ്റ്റം, ഓരോ സ്ഥലത്ത് ഓരോ വെറൈറ്റിയാണ് വരുന്നത്. അതുകൊണ്ട് സാമ്പാർ ഒരു സ്റ്റാൻഡേർഡ് സാമ്പാർ നമുക്ക് പറയാൻ പറ്റില്ല. ഓരോ സ്ഥലത്ത് ഓരോ രുചിയാണ്. അത് ഞാൻ സാമ്പാറിന്റെ കഷ്ണം എന്നൊക്കെ പറഞ്ഞ് പച്ചക്കറി കടയിൽ പോകുമ്പോൾ അവർ എടുത്തത് മെയിനായിട്ട് എടുത്തിരുന്ന സംഭവം ഈ മുളകാണ്. അപ്പോൾ എനിക്കറിയില്ല, ഞാൻ എനിക്കത് വേണ്ട, അയ്യേ ഇതില്ലാണ്ട് എന്ത് സാമ്പാർ എന്നാണ് ചോദിക്കുന്നത്. അപ്പോൾ ഇത് അത്രയും ടേസ്റ്റ് ആണെന്നാണ് അർത്ഥം. അതേപോലെ കട്ടിയുള്ള ഇത് കാസ്പസിനുള്ള മുളകിൻ്റെ ഓരോ വെറൈറ്റിയാണ്. ഇത് ക്യാപ്സിക്കം എന്ന് പറയുന്ന, ഇത് ഉണക്കി പൊടിച്ച് കഴിഞ്ഞാൽ പാപ്രിക്ക എന്ന് പറയുന്ന നമുക്കൊരു എരിവില്ലാത്ത മുളക് പൊടി കിട്ടും. അപ്പോൾ ഈ ക്യാപ്സിക്കം നമ്മൾ സാമ്പാറിൽ ഇട്ട് കഴിയുമ്പോൾ അത് കഴിക്കാനൊരു രസമാണ്. ഇങ്ങനെ അത് സാമ്പാറിൽ ഇട്ടാലല്ലേ ടേസ്റ്റ്, എല്ലാവരും നല്ല ടേസ്റ്റാണ്. അപ്പം നമുക്ക് പരിപ്പ് കഴുകിയിട്ട് തരാം. 2 തരം പരിപ്പായിട്ട് ഇപ്പം നമ്മൾ സാമ്പാർ വെക്കുമ്പം ഈ ഒരു പരിപ്പ് എടുക്കും, ഇല്ലെങ്കിൽ ഈ ഒരു പരിപ്പ് എടുക്കും അല്ലേ. ഇല്ല, ഏതെങ്കിലും ഒരു പരിപ്പല്ലേ നമ്മൾ യൂസ് ചെയ്യുള്ളൂ. പക്ഷെ ഏട്ടൻ്റെ സ്പെഷ്യൽ സാമ്പാറിൽ രണ്ടും ഇടുന്നുണ്ട്. അപ്പോൾ പരിപ്പ് നന്നായിട്ട് വേകാനും അതിൻ്റെ ആ ഒരു ഫ്ലേവർ കിട്ടാനും വേണ്ടിയിട്ട് നമ്മൾ ഇതിൻ്റെ കൂടെ കുറച്ച് ഉപ്പും കൂടെ ഇടുന്നുണ്ട്. സംശയം ചോദിക്കട്ടെ, ഈ പരിപ്പിനകത്ത് ഉപ്പിട്ട പരിപ്പ് കല്ലിച്ചു പോവോ അല്ല വെന്ത് കിട്ടും? ഒന്ന് ഉപ്പ് ആഡ് ചെയ്യുമ്പം കെമിക്കലി സ്പീക്കിംഗ്, കെമിസ്ട്രി പറയുകയാണെന്നുണ്ടെങ്കിൽ വാട്ടറിൻ്റെ ബോയിലിംഗ് പോയിന്റ് കുറയും. അപ്പോൾ നമ്മൾ പ്രഷറും കൂടെ ആഡ് ചെയ്ത് നമ്മൾ കുക്ക് ചെയ്യുമ്പം പെട്ടെന്ന് കുക്കാവും. അതാണ് ഇതിൻ്റെ ഒരു ടെക്നിക്ക്. പിന്നെ പരിപ്പിൽ നമ്മൾ ഇപ്പോൾ ഉപ്പിട്ടില്ല എന്നുണ്ടെങ്കിൽ എന്ത് പറ്റുമെന്ന് പറഞ്ഞു കഴിഞ്ഞാൽ, നമ്മൾ പരിപ്പ് അവസാനം നമ്മൾ നന്നായിട്ട് മാഷ് ചെയ്ത് സാമ്പാറിൽ ചേർക്കുമ്പം പരിപ്പിൻ്റെ ഒരു ബ്ലാൻഡ് ടേസ്റ്റ് നമുക്ക് ശരിക്കും സാമ്പാറിൻ്റെ ആ ഒരു ഇത് വരില്ല. അതുകൊണ്ട് കുറച്ചുപ്പ് ഇത് സാമ്പാറിന് നമ്മൾ പരിപ്പിൻ്റെ കൂടെ എല്ലാ കഷ്ണങ്ങളും, അതായത് കുറച്ച് കട്ടിയുള്ള കഷ്ണങ്ങൾ കൂടെ ചേർത്തിട്ടാണ് നമ്മൾ വേവിക്കുന്നത്. പക്ഷെ ഏട്ടൻ ഇങ്ങനെയല്ല ചെയ്യുന്നത്. പരിപ്പ് ഫസ്റ്റിൽ വേവിച്ചെടുക്കും, വേവിച്ചെടുത്തതിന് ശേഷമാണ് ഉടച്ചിട്ടൊക്കെയാണ് ചെയ്യുന്നത്. അപ്പം നോക്കാം നമുക്ക്.
അപ്പോൾ പരിപ്പ് വെന്തിട്ടുണ്ട്, നമ്മളിതിനെ കടഞ്ഞെടുക്കാൻ പോവുകയാണ്. അപ്പോൾ ബ്ലെൻഡർ ഉണ്ട്, ബ്ലെൻഡറിൽ നമ്മൾ കടഞ്ഞെടുക്കാം. അപ്പോൾ പരിപ്പ് നമ്മൾ കടഞ്ഞു കഴിഞ്ഞു. നമുക്ക് വേറെ പാത്രത്തിലേക്ക് മാറ്റണം. കുറച്ച് തണിയാണ് അപ്പോൾ നമ്മൾ കുക്ക് ചെയ്യുന്ന ഇതിൽ മഞ്ഞൾപ്പൊടി ആഡ് ചെയ്യുന്നു. നമുക്ക് കൊഴുപ്പിന് വേണ്ടിയിട്ടാണ് ഉരുളക്കിഴങ്ങ് റൂട്ട്സ് ആഡ് ചെയ്യുന്നത്. നമ്മൾ കൊഴുപ്പിന് വേണ്ടിയിട്ടാണ്. പണ്ടത്തെ സാമ്പാറിൽ കൊഴുപ്പിന് ഉരുളക്കിഴങ്ങ് ആഡ് ചെയ്തതെന്ന് ചോദിച്ചാൽ അറിയില്ല. കാരണം ഇത് അയർലൻഡിലുള്ള അവരുടെ സ്റ്റേപ്പിൾ ഫുഡാണ് ഉരുളക്കിഴങ്ങ്. നമ്മുടെ നാട്ടിലേക്ക് എപ്പോൾ എത്തിയോ ആവും. ഇംഗ്ലീഷുകാരുടെ ക്യാരറ്റ്. ഓക്കെ, എന്താണ് പരിപ്പ് വേവിച്ച് വെച്ചു, ഉടച്ചു വെച്ചു. പിന്നെ അതിന് ശേഷം വെള്ളത്തിൽ എന്താണ് മഞ്ഞൾപ്പൊടി ഇട്ടു, ഉരുളക്കിഴങ്ങ് ഇട്ടു, ക്യാരറ്റ് ഇട്ടു, സവാള, വെള്ളരിക്ക ഇട്ടു, വെണ്ടയ്ക്കയും ക്യാപ്സിക്കവും നമുക്ക് ലാസ്റ്റ് ആഡ് ചെയ്യാം. ലാസ്റ്റ് അല്ലേ? കാരണം അത് വല്ലാണ്ട് കുക്കായി പോകും. വഴുതനങ്ങ വേണേൽ ആഡ് ചെയ്യാം, പക്ഷെ കുഴയും. വേണ്ട വേണ്ട വേണ്ട, ലാസ്റ്റ്. അപ്പോൾ ഇത് ലാസ്റ്റ് ആഡ് ചെയ്യാം. കുഴയണ്ട, നമുക്കെല്ലാം ഇങ്ങനെ വേറെ വേറെ കിട്ടുന്നുണ്ട്. തക്കാളി ഇടുന്നുണ്ട് ഇപ്പോൾ. ഒരു സെറ്റ് നമുക്ക് ആ ഒരു പുളി അതിൻ്റെ കൂടെ കിട്ടിക്കോട്ടെ. ഉപ്പ്, മുളക് പൊടി, അങ്ങനെ കുക്കറിൽ നമ്മളതിനെ അടക്കണ്ടേ. അപ്പോൾ മഞ്ഞൾപ്പൊടി, മുളക് പൊടി, ഉപ്പ് ചേർത്തിട്ട് നമ്മൾ സാമ്പാർ കഷ്ണങ്ങൾ വേവിച്ചെടുക്കുകയാണ്. അപ്പോൾ നമുക്ക് വെജിറ്റബിൾസ് ഒന്ന് വഴറ്റിയെടുക്കാം. അതായത് അലന്ന് പോവാതെ ഇരിക്കാൻ വേണ്ടിയിട്ട് ചില വെജിറ്റബിൾസ് മാത്രം ഒന്ന് ചൂട് എണ്ണയിൽ ഒന്ന് വഴറ്റിയെടുത്തിട്ട് അത് നമ്മൾ കുക്ക് ചെയ്യുമ്പോൾ ആഡ് ചെയ്യും. അപ്പോൾ അതിൽ മെയിനായിട്ട് വരുന്നത് കുറച്ച് ഹാർഡായിട്ടുള്ളത് മുരിങ്ങയ്ക്ക. അതാ പറഞ്ഞ പലതരത്തിലും സാമ്പാർ ഉണ്ടാക്കാം. ഞങ്ങളൊക്കെ ഇതാ ഈ ഒരു കഷ്ണം വേവിച്ച് കഴിഞ്ഞാൽ പിന്നെ എല്ലാം കൂടി ഒന്നിച്ചെടുത്ത ലാസ്റ്റ് ഘട്ടത്തിൽ തക്കാളി, വഴുതിനങ്ങ, വെണ്ടക്ക, മുരിങ്ങാക്കോല് ഒക്കെ ലാസ്റ്റ് ഇട്ടിട്ട് ഒരു കുറച്ച് 5 മിനിറ്റോളം ഇങ്ങനെ തിളപ്പിച്ചെടുത്താൽ നമ്മൾ വറുത്തിട്ട് കഴിഞ്ഞാൽ സാമ്പാർ കഴിഞ്ഞു. ഇത് പിന്നെ വെറൈറ്റി ഞാൻ കണ്ടിട്ടുണ്ട് കുറേ തരത്തിൽ സാമ്പാർ ഉണ്ടാക്കുന്നത്. ചിക്കൻ ഉണ്ടാക്കുമ്പോൾ തന്നെ, ചിക്കൻ പലതരത്തിൽ ഉണ്ടാക്കുമല്ലോ, അതുപോലെ തന്നെ. നമ്മളൊരു പച്ചപ്പിലേക്ക് കൂടെ നടക്കുന്ന മാതിരി ഉണ്ട്. ചെറിയ ചുവന്ന ആൾക്കാർ, വയലറ്റ് ആൾക്കാർ പുൽപ്പാടത്തിലേക്ക് കൂടെ ഇങ്ങനെ പോരെ. അപ്പോൾ വെജിറ്റബിൾസ് കുക്കായി. അപ്പോൾ നമ്മൾ എന്താണ് വെണ്ടയ്ക്കയും വഴുതനങ്ങയും മുരിങ്ങാക്കോലും പിന്നെ ഫസ്റ്റിൽ തക്കാളി ഇട്ടിട്ടുണ്ടായിരുന്നു. അതിൽ കുറച്ച് ബാലൻസും കൂടി ഇട്ടു. ശകലം ഉപ്പ്, പച്ചമുളക്, പിന്നെ ഞാൻ നേരത്തെ പറഞ്ഞ നല്ല മണമുള്ള മുളകും, സാമ്പാർ മുളക് അതും കൂടി ഇട്ട്. അപ്പോൾ വെജിറ്റബിൾസ് വെന്തിട്ടുണ്ട്. നമ്മൾ ഇനി ഇതിപ്പോൾ സാമ്പാറിൻ്റെ രൂപമാക്കാൻ വേണ്ടിയിട്ട് ഈ ടോസ് ചെയ്ത വെജിറ്റബിൾസും പരിപ്പും ഇതും കൂടെ മിക്സ് ചെയ്ത് നമ്മൾ പൊടികൾ ചേർത്തിട്ട് നമ്മൾ സാമ്പാർ റെഡിയാക്കാൻ പോകുന്നു. ഈ ഫൈനൽ സ്റ്റേജിലേക്ക് പോകാൻ. നമുക്ക് പൊടികൾ കുക്കാവണം എന്നുണ്ടെങ്കിൽ നമുക്ക് ഇപ്പോഴും നമ്മൾ പൊടികൾ ചേർക്കണം. അപ്പോൾ കൊഴുപ്പിന് വേണ്ടിയിട്ടാണ് പൊതുവെ മല്ലി ചേർക്കുന്നത്. പക്ഷേ മല്ലിക്ക് നല്ലൊരു ഫ്ലേവറും കൂടെ ഉണ്ട്. അപ്പോൾ ഇത് മല്ലിപ്പൊടി, പിന്നെ സാമ്പാർ പൊടി, പുളി ഫുൾ ഇടണം. ഇങ്ങനെ തന്നെ ഇടും, അല്ല അരിച്ചെടുക്കും? അരിച്ചു. പുളിയല്ലേ, പുളി അത് തിന്നണമെന്നില്ല, വായിൽ വെള്ളം വരും. നമ്മൾ പണ്ട് നാദസ്വരം വായിക്കുന്ന ആൾക്കാരുടെ മുന്നിൽ ചെന്നിട്ട് ഇങ്ങനെ പുളി ഇങ്ങനെ തിന്ന് അവർ. അപ്പോൾ നമ്മൾ സാമ്പാർ തിളയ്ക്കുന്നുണ്ട്. പുളി ഒഴിച്ചു, ഒന്ന് കുക്ക് ചെയ്യാൻ വേണ്ടിയിട്ട് വെക്കുകയാണ്. കുറച്ചൊന്ന് സിമ്മാക്കിയിട്ട് നമ്മൾ അതിനെ കുക്ക് ചെയ്യാൻ പറ്റും, സിമ്മാക്കി. അപ്പോൾ നമ്മൾ സാമ്പാറിലെ ഏറ്റവും ഇമ്പോർട്ടൻ്റ് എന്ന് പറയുന്നത് പരിപ്പോ അല്ലെങ്കിൽ മുളകോ സാമ്പാർ പൊടിയോ അതിനെല്ലാത്തിനും ഉപരി ആ ടേസ്റ്റ് വരണം എന്നുണ്ടെങ്കിൽ കായം. യെസ്, കായം. അപ്പോൾ കായമിട്ട് ഒന്ന് വെന്ത് വരുമ്പം അവസാനം കടുക് വറക്കുമ്പോൾ നമ്മൾ കുറച്ച് കായം ഇടും.
പിന്നെ ഇതിനകത്ത് പല രീതിയിൽ ചില ആൾക്കാർ ഇപ്പോൾ കർണാടകയിലെ സാമ്പാറാണെന്നുണ്ടെങ്കിൽ അവർ പഞ്ചസാരയാണ് ചേർക്കുക, അല്ലെങ്കിൽ വെല്ലം ചേർക്കും, ശർക്കര ചേർക്കും. ശർക്കര. അപ്പോൾ രസത്തിലാണെങ്കിൽ വെല്ലം, സാമ്പാറിനാണെങ്കിൽ പഞ്ചസാര. ഇതെന്തിനാന്ന് പറഞ്ഞാൽ ഇത് സ്പൈസിന് നമ്മൾ എടുത്ത് കാണിക്കും. അതായത് മുളക് പൊടി ഇട്ടിട്ടുണ്ടെന്നുണ്ടെങ്കിൽ ആ മുളക് പൊടിയുടെ ടേസ്റ്റ് അറിയാൻ വേണ്ടിയിട്ടാണ് ശരിക്കും പഞ്ചസാര ഇടുന്നത്. അപ്പോൾ അങ്ങനെയുള്ള ടെക്നീക്സാണ് ഓരോ സ്ഥലത്തുണ്ടാകുന്നത്. അപ്പോൾ വെല്ലം ആഡ് ചെയ്യാം, അല്ലെങ്കിൽ നമുക്ക് വേണമെങ്കിൽ ശർക്കര ആഡ് ചെയ്യാം. അത് ആ ഫൈനൽ ടച്ചിന് നമ്മൾ കടുവറക്കുന്ന സമയത്ത് അതിൻ്റെ കഴിഞ്ഞിട്ട് ആ ഒരു ടേസ്റ്റ്, ഫ്രഷ് ടേസ്റ്റ് കിട്ടാൻ വേണ്ടിയിട്ട് മല്ലിയിലയും കറിവേപ്പിലയും നമ്മൾ സാമ്പാറിലേക്ക് ഇടും. കറിവേപ്പില ചിൽവിഷം എടുക്കാനാണ് നമ്മൾ നേരത്തെ സംസാരിക്കുമ്പോൾ പറഞ്ഞായിരുന്നു. അപ്പോൾ ആ ചിൽവിഷം എന്തെങ്കിലും അതിൽ ഡൈജഷന് കുറവ് ഉണ്ടാക്കാനുള്ള എന്തെങ്കിലും കാര്യമുണ്ടെന്നുണ്ടെങ്കിൽ കറിവേപ്പില ഇടുന്നതോടുകൂടി അത് ശരിയാവും. അതിനോടൊപ്പം മല്ലിക്ക് ആ ഫ്രഷ് ടേസ്റ്റ് നമുക്ക് തരാൻ സാധിക്കും. അപ്പോൾ സാമ്പാറിൻ്റെ രുചിയിൽ കായം, മല്ലി, കറിവേപ്പില ഇത് മൂന്നും വളരെ ഇമ്പോർട്ടൻ്റ് ആണ്. വെല്ലം അല്ലെങ്കിൽ ശർക്കര ഓപ്ഷനിലാണ്. പുളി എന്തായാലും നമുക്കുണ്ട്. അപ്പോൾ നമുക്ക് സാമ്പാറിൻ്റെ ഒരുവിധം എല്ലാ രീതികളുമായി. ഇതൊന്ന് വെന്ത് കഴിഞ്ഞാൽ നമുക്ക് താളിച്ച് നമുക്ക് ഇറക്കാം. ഓക്കെ, അപ്പോൾ കടുക് ഇറക്കാൻ വേണ്ടിയിട്ട് നമ്മൾ പാത്രം വെച്ചു, എണ്ണ ഒഴിച്ചു. കടുക് ഇറക്കുമ്പോൾ നമ്മൾ ഉലുവയും കടുകും കൂടെ നമ്മൾ കടുക് ഇറക്കുന്നു. എന്നിട്ട് നമ്മൾ ചുവന്ന മുളക്, അത് ഒരു ടേസ്റ്റിന് വറ്റൽമുളക് നമ്മുടെ നാട്ടിലെ പറങ്കി. എന്നിട്ട് അതിൻ്റെ ആ ഫ്ലേവർ കൂട്ടാൻ വേണ്ടിയിട്ട് നമ്മൾ എപ്പോഴും കടുക് ഇറക്കുന്ന സമയത്ത്, അതായത് നമ്മൾ താളിക്കുക എന്ന് പറയുന്ന ഈ ഫൈനൽ സ്റ്റേജിൽ നമ്മൾ കായവും കൂടെ മിക്സ് ചെയ്യും. അപ്പോഴാണ് സാമ്പാറിന് ആ കായത്തിൻ്റെ സ്പെഷ്യൽ ടേസ്റ്റ്. കായം ചുട്ട് കഴിഞ്ഞാൽ അതിൻ്റെ ടേസ്റ്റ് വേറെയാവും. മല്ലിയില, കണ്ണൂരിൽ മല്ലിച്ചപ്പ്, കറിവേപ്പില, കറിച്ചപ്പ്, കരിയാപ്പില. ഈ പുയ്യാപ്പിള എന്ന് പറയുന്നത് കാലിക്കറ്റ് സൈഡിൽ. പുയ്യാപ്പിള എന്ന് പറയുന്നത് നമ്മളവിടെ ഈ മുസ്ലിംസ് കല്യാണം കഴിച്ച അവരുടെ ഹസ്ബൻഡിനെയും പറയും. നമ്മളവിടെ മീനുണ്ട്, ഇവിടുത്തെ കിളിമീൻ, ചുവന്ന മീനില്ലേ കിളിമീൻ, അത് നമ്മളെ പുയ്യാപ്പിള.